നമസ്കാരം. പത്തനംതിട്ട AR ക്യാമ്പിൽ നിന്ന് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം രാഹുൽ മാങ്കുടത്തിലിനെ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് രാഹുലിനെ എത്തിച്ചത്. എന്നാൽ രാഹുലിനെ വാഹനത്തിൽ നിന്ന് പുറത്തിറക്കുന്നതിന് മുൻപേ ആശുപത്രി പരിസരത്തേക്ക് പ്രതിഷേധക്കാർ പാഞ്ഞെടുത്തു. DYFI യുവമോർച്ച പ്രവർത്തകരാണ് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കോഴി കോഴി കാട്ടുകോഴി വിളികളുമായിട്ടാണ് പ്രതിഷേധക്കാരെത്തിയത്. വാഹനത്തിൽ നിന്ന് പുറത്തിറക്കിയതിന് പിന്നാലെ രാഹുലിനെ കൂക്കി വിളിക്കുകയും ചെയ്തു. പ്രതിഷേധമുണ്ടാകുമെന്ന് പോലീസ് കരുതിയിരുന്നെങ്കിലും അതിവേഗത്തിലായിരുന്നു പ്രതിഷേധക്കാരെത്തിയത്. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പൊതിച്ചോറ് നൽകിയ രാഹുലിനെ ജയിലിലേക്ക് വിടുകയുള്ളൂവെന്നാണ് DYFIക്കാർ വ്യക്തമാക്കിയത്. പൊതിച്ചോറുമായാണ് DYFIക്കാർ പ്രതിഷേധത്തിനെത്തിയത്. നിലവിൽ രാഹുലിന്റെ വൈദ്യപരിശോധന പൂർത്തിയായെന്നാണ് വിവരം. തുടർന്ന് കോടതിയിൽ ഹാജരാക്കും. രാഹുലിന്റെ 2 ഫോണുകളും അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. ബലാത്സംഗം, ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ടെന്നും ജാമ്യം അനുവദിക്കാൻ പാടില്ലെന്നും അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെടുമെന്നാണ് വിവരം. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയിൽ യുവതി ഉന്നയിച്ചിരിക്കുന്നത് ലൈംഗിക പീഡനത്തിനും ഗർഭഛിദ്രത്തിനും പുറമെ സാമ്പത്തിക ചൂഷണ ആരോപണം കൂടിയാണ്. രാഹുലിന്റെ നിർബന്ധപ്രകാരം പലപ്പോഴായി യുവതിയെ കൊണ്ട് ആഡംബര വസ്തുക്കൾ വാങ്ങിപ്പിച്ചിരുന്നുവെന്ന് യുവതി പരാതിയിൽ പറയുന്നു. ആഡംബര വാച്ചുകളും സൗന്ദര്യവർദ്ധക വസ്തുക്കളോടുമായിരുന്നു രാഹുലിന്റെ താല്പര്യം. ഇവയ്ക്ക് പുറമെ പാലക്കാട് ഒരു ഫ്ളാറ്റ് വാങ്ങി നൽകണമെന്ന് രാഹുൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. രാഹുലിനെതിരെ 5 പരാതികളാണ് ഉന്നയിക്കപ്പെട്ടതെങ്കിലും 3 പരാതികൾക്ക് മേലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അവയിൽ ആദ്യത്തേതിന് സമാനമാണ് 3ാമത്തെ പരാതി. സമൂഹമാധ്യമം വഴി പരിചയപ്പെട്ട ശേഷം വിവാഹ വാഗ്ദാനം നൽകി ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് പത്തനംതിട്ട സ്വദേശിനിയുടെ പരാതിയിൽ പറയുന്നു. മുഖത്തടിക്കുകയും തുപ്പുകയും ചെയ്ത രാഹുൽ ഓവുലേഷൻ ദിവസമാണെന്ന് അറിഞ്ഞിട്ടും കുഞ്ഞുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ക്രൂരമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയായിരുന്നുവെന്നും യുവതി പറയുന്നു. ഗർഭിണിയാണെന്ന വിവരം അറിയിച്ചപ്പോൾ അസഭ്യവും ഭീഷണിയുമായിരുന്നു രാഹുലിന്റെ പ്രതികരണം. കുഞ്ഞിന്റെ പിതൃത്വം രാഹുൽ നിഷേധിച്ചതായും യുവതി പറയുന്നു. ഇതിൽ മനംനൊന്ത് താൻ DNA പരിശോധനയ്ക്ക് പോയെന്നും പരാതിയിൽ പറയുന്നു. ഗർഭഛിദ്രത്തിന് വേണ്ടി രാഹുലിന്റെ ഭാഗത്ത് നിന്ന് കടുത്ത സമ്മർദ്ദമുണ്ടായെന്നും പരാതിയിലുണ്ട്. വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്താണ് രാഹുലിനെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെടുന്നതെന്നും തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകി രാഹുൽ താനുമായി പ്രണയബന്ധം സ്ഥാപിക്കുകയായിരുന്നുവെന്നും യുവതി പറയുന്നു. ഇവയ്ക്കെല്ലാം പുറമെയാണ് സാമ്പത്തികമായി രാഹുൽ തന്നെ ചൂഷണം ചെയ്തെന്ന് യുവതി ആരോപിക്കുന്നത്. വിദേശത്തുള്ള യുവതി വീഡിയോ കോൺഫറൻസിലൂടെയാണ് പോലീസിന് മൊഴി നൽകിയത്. നാളെ യുവതി നാട്ടിലെത്തുമെന്നാണ് വിവരം. SIT മേധാവി G. പൂങ്കുഴലി IPSന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് ഷൊർണൂർ DYSP ഇന്നലെ അർദ്ധരാത്രി പാലക്കാട്ടെ ഹോട്ടലിലെത്തി രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിലെടുത്തത്. നീക്കം അതീവ രഹസ്യമാക്കി വെക്കാൻ കർശന നിർദ്ദേശമുണ്ടായിരുന്നു. ആദ്യ 2 പരാതികളിലേതുപോലെ തന്നെ ബലാത്സംഗവും പീഡനവും ഭീഷണിയും ആരോപിച്ചാണ് ഈ പരാതി വന്നിട്ടുള്ളത്. ഒരു കുഞ്ഞു വേഗം വേണമെന്നും കുഞ്ഞുണ്ടായാൽ വീട്ടിൽ വിവാഹം വളരെ വേഗം സമ്മതിക്കുമെന്നും രാഹുൽ യുവതിയോട് പറഞ്ഞിരുന്നു. ഒരു ഹോട്ടലിന്റെ പേര് നിർദ്ദേശിച്ച് അവിടെ റൂം എടുക്കാനും രാഹുൽ നിർദ്ദേശിച്ചു. റൂമിലെത്തിയപാടെ ഒരു വാക്ക് പോലും പറയാതെ കടന്നാക്രമിക്കുകയായിരുന്നു. നേരിട്ടത് ക്രൂരമായ ലൈംഗിക ആക്രമണമെന്നും പരാതിക്കാരി പറയുന്നു. മുഖത്തടിക്കുകയും ദേഹമാകെ മുറിവുണ്ടാക്കുകയും ചെയ്തു. ഇതിനെല്ലാമുള്ള തെളിവുകൾ താൻ സൂക്ഷിച്ചിട്ടുണ്ടെന്നും യുവതി പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്.